ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സലൻറ്റ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ 9th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസിലെ ചാപ്റ്റർ 1 ആയിട്ടുള്ള ഓൺ ദി റൂഫ് ഓഫ് ദ വേൾഡ് എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ഒരു വീഡിയോ ഇട്ടതാണ് പാർട്ട് 1. നമ്മൾ ശിവാലിക് വരെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഈ വീഡിയോയിൽ ഈ പാർട്ടിൽ നമ്മൾ ടെക്ടോണിക് പ്ലേറ്റ്സ് മുതലാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പം എന്താണ് ടെക്ടോണിക് പ്ലേറ്റ്സ് അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ എന്താണ്? നമുക്ക് അറിയാത്ത കുറേ ആളുകളുണ്ട് അല്ലേ. എന്താണ് ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ? ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ഭൂമിയെ, നമ്മുടെ ഏർത്തിനെ 3 ലെയറാക്കി നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടൊക്കെ നമ്മൾ 8th പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? കോറുണ്ട്, മാൻറ്റിലുണ്ട്, ക്രസ്റ്റ് ഉണ്ട് അല്ലേ. അപ്പം ഭൂമിയുടെ പുറന്തോടിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ക്രസ്റ്റ് എന്നത്. ഓക്കെ. അപ്പം ഈ ക്രസ്റ്റും അതുപോലെ അതിനുശേഷം വരുന്നതാണ് മാൻറ്റിൽ. അപ്പം അപ്പർ മാൻറ്റിലും ഈ ക്രസ്റ്റും കൂടി ചേർന്ന ഭാഗത്തെയാണ് നമ്മൾ ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. എന്താണ്? ക്രസ്റ്റും ഈ ഭൂമിയുടെ ഔട്ടർ പാർട്ടിനാണ് നമ്മൾ ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഈ ക്രസ്റ്റും അതിനുശേഷം വരുന്നതാണ് മാൻറ്റിൽ. അപ്പർ മാൻറ്റിലുണ്ട്, ലോവർ മാൻറ്റിലുണ്ട്. അപ്പോൾ ഈ അപ്പർ മാൻറ്റിലും അതുപോലെ ക്രസ്റ്റും കൂടി ചേർന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. അപ്പം ടെക്ടോണിക് പ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഭൂമിയുടെ സർഫസ് കുറേ കഷ്ണങ്ങളായിട്ട് അല്ലെങ്കിൽ പാർട്സ് ആക്കിയിട്ട് എന്തായിട്ടുണ്ട്? പൊട്ടിച്ചിതറി കിടക്കുകയാണ്. നമ്മളൊരു കോഴിമുട്ടത്തോട് നിങ്ങളൊരു മുട്ട എടുക്കുകയാണെങ്കിൽ ആ മുട്ട ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ കുറേ പാർട്സ് ആയിട്ടായിട്ട് നമുക്ക് കാണാം അല്ലേ. കുറേ കഷ്ണങ്ങൾ അതിൽ കാണാം. അതുപോലെ നമ്മുടെ ഭൂമിയുടെ സർഫസും എങ്ങനെയായിട്ടുണ്ട്? ചില കാരണത്താൽ ഭൂമിയുടെ സർഫസും ഇതുപോലെ പൊട്ടിയിട്ടാണ്, കുറേ പാർട്സ് ആയിട്ടാണ് നിൽക്കുന്നത്. അതിനെയാണ് നമ്മൾ ടെക്ടോണിക് പ്ലേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ടെക്ടോണിക് പ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ? ടെക്ടോണിക് പ്ലേറ്റ്സ് ആർ ദ ക്രസ്റ്റൽ റോക്ക് ബ്ലോക്സ് ഓഫ് കോണ്ടിനെൻ്റൽ ആൻഡ് ഓഷ്യാനിക് പാർട്സ്. അപ്പോൾ നമ്മൾ ഈ മൊത്തം വേൾഡിൻ്റെ ക്രസ്റ്റ് നോക്കുമ്പോൾ അവിടെ എന്തൊക്കെയുണ്ട്? അവിടെ 7 കോണ്ടിനെൻറ്റ്സ് ഉണ്ട്, അതുപോലെ ഓഷ്യൻസ് അല്ലേ, പസഫിക്, അറ്റ്ലാന്റിക്, അങ്ങനെ കുറേ ഓഷ്യൻസും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പാർട്സ് ആയിട്ടുള്ള ആ സർഫസിലുള്ള ക്രസ്റ്റൽ റോക്ക് ബ്ലോക്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടെക്ടോണിക് പ്ലേറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ദ ടെക്ടോണിക് പ്ലേറ്റ്സ് മൂവ്സ് വെരി സ്ലോലി എബവ് ദി എസ്തനോസ്ഫിയർ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ലിത്തോസ്ഫിയറിന് തൊട്ട് താഴെ എന്തുണ്ട്? ഒരു സോൺ ഉണ്ട്. എന്താണ്? അതിനാണ് എസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ എസ്തനോസ്ഫിയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള റോക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് മോൾട്ടൺ ആൻഡ് പ്ലാസ്റ്റിക് ഉരുകി കഴിഞ്ഞാലുള്ള ഒരു സ്റ്റേറ്റ് ഉണ്ടാവില്ലേ, ആ രൂപത്തിലാണ് അത് കിടക്കുന്നത്. ഉരുകിയ ലാവയുടെ ഒക്കെ പോലെ. ലാവ നോക്കുന്ന സമയത്ത് നമ്മൾ അഗ്നിപർവ്വതമൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്ത് വരുന്നതാണ് എന്ത്? ലാവ അല്ലേ. ഈ ലാവയുടെ പ്രത്യേകത എന്താ? അപ്പോൾ ലിക്വിഡും ആണ്, അതുപോലെ സോളിഡ് ആണോ ചോദിച്ചാൽ അതുമാണ്. അപ്പോൾ ലിക്വിഡ് സോളിഡ് സ്റ്റേറ്റിലാണ് അത് ഉണ്ടാവുക. അതുപോലെ ഈ എസ്തനോസ്ഫിയറിലുള്ള ഭാഗവും എങ്ങനെയാണ്? ഒരു സെമി പ്ലാസ്റ്റിക് സ്റ്റേറ്റിലാണ്. അതുകൊണ്ട് തന്നെ ഒരു ഉരുകിയ അവസ്ഥയിലായതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിലുള്ള ടെക്ടോണിക് പ്ലേറ്റ്സ് മെല്ലെ മൂവ് ചെയ്യും. ദേ വിൽ മൂവ് വെരി സ്ലോലി. അതെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാനൊന്നും പറ്റില്ല. നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്ന ആളുകൾ നമ്മൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്ലേറ്റ് മൂന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താണ്? അത് വളരെ സ്ലോലി, ഒരു വർഷത്തിൽ ചിലപ്പോൾ 5 സെൻറ്റിമീറ്ററോ 15 സെൻറ്റിമീറ്ററോ അങ്ങനെ മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ ടെക്ടോണിക് പ്ലേറ്റ്സ് മൂവ്സ് വെരി സ്ലോലി എബവ് ദി എസ്തനോസ്ഫിയർ. അപ്പോൾ ടെക്ടോണിക് പ്ലേറ്റ്സ് എന്താ മനസ്സിലായോ? ടെക്ടോണിക് പ്ലേറ്റ്സ് ആർ ദ ക്രസ്റ്റൽ റോക്ക് ബ്ലോക്സ് ഓഫ് കോണ്ടിനെൻ്റൽ ആൻഡ് ഓഷ്യാനിക് പാർട്സ്. പിന്നെ ടെക്ടോണിക് പ്ലേറ്റ്സ് മൂവ്സ് വെരി സ്ലോലി എബവ് ദി എസ്തനോസ്ഫിയർ. എസ്തനോസ്ഫിയറിന് മുകളിലായിട്ട് ടെക്ടോണിക് പ്ലേറ്റ്സ് മെല്ലെ മൂവ് ചെയ്യുന്നുണ്ട്. ഈ 2 കാര്യങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. ഇനി എന്താണ് അപ്പോൾ നമ്മൾ പ്ലേറ്റ്സിനെ പറ്റി പഠിച്ചു അല്ലേ. ലിത്തോസ്ഫെറിക് പ്ലേറ്റ് എന്താണെന്നും പഠിച്ചു, ടെക്ടോണിക് പ്ലേറ്റ്സ് എന്താണെന്നും പഠിച്ചു. ഇനി ഈ പ്ലേറ്റിൻ്റെ ബൗണ്ടറീസിനെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് പ്ലേറ്റ് ബൗണ്ടറീസ്? പ്ലേറ്റ് ബൗണ്ടറീസ് മെയിൻലി 3 തരമുണ്ട്, 3 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? കൺവേർജൻ ബൗണ്ടറി, ഡൈവേർജൻ ബൗണ്ടറി ആൻഡ് ട്രാൻസ്ഫോം ബൗണ്ടറി. ഏതൊക്കെയാണ്? 3 കൺവേർജൻ ബൗണ്ടറി, ഡൈവേർജൻ ബൗണ്ടറി ആൻഡ് ട്രാൻസ്ഫോം ബൗണ്ടറി. അപ്പം മക്കൾ നല്ല നോക്കിക്ക് ഈ പിക്ചർ. ആദ്യത്തെ പിക്ചർ കണ്ടോ? കൺവേർജൻ ബൗണ്ടറീൻ്റെ ഇവിടെ എന്താ പ്രത്യേകത? ബൗണ്ടറീസ് വെർ പ്ലേറ്റ്സ് മൂവ്സ് ടുവേർഡ്സ് ഈച്ച് അതർ. രണ്ടും
രണ്ടും അടുത്തടുത്തേക്കാണ് വരുന്നത് അല്ലേ, രണ്ടും ഒരേ ദിശയിലേക്ക്. അപ്പോൾ ബൗണ്ടറീസ് വെർ പ്ലേറ്റ്സ് മൂവ് ടുവേർഡ്സ് ഈച്ച് അതറിനെ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺവേർജൻ ബൗണ്ടറീസ് എന്ന് പറയുന്നത്. രണ്ടും ഒരു സ്ഥലത്തേക്ക് തന്നെ വരും, അതിൻ്റെ പൊസിഷൻ ഒരു ഭാഗത്തേക്കാണ് അല്ലേ, മൂവ്സ് ടുവേർഡ്സ് ഈച്ച് അതർ, രണ്ടും ഒരേ സ്ഥലത്തേക്ക് വരുന്നതിനാണ് നമ്മൾ കൺവേർജൻ ബൗണ്ടറി എന്ന് പറയുന്നത്. ഇനി എന്താ ഡൈവേർജൻ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ, ബൗണ്ടറീസ് വെർ പ്ലേസ് മൂവ്സ് എവേ ഫ്രം ഈച്ച് അതർ, രണ്ടും രണ്ട് ദിശയിലേക്ക് പോകുന്ന രണ്ട് ദിശയിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡൈവേർജൻ ബൗണ്ടറി പറയുന്നത്. അപ്പോൾ പിക്ചർ അടക്കം നിങ്ങൾ വരയ്ക്കണം കേട്ടോ, എങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പോൾ ബൗണ്ടറീസ് വെർ പ്ലേറ്റ്സ് മൂവ്സ് ടുവേർഡ്സ് ഈച്ച് അതർ നമ്മൾ കൺവേർജൻ ബൗണ്ടറി എന്ന് പറയും. ബൗണ്ടറീസ് വെർ പ്ലേറ്റ്സ് മൂവ് എവേ ഫ്രം ഈച്ച് അതർ, രണ്ടും വേറെ വേറെ ദിശയിലോട്ട് പോകുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡൈവേർജൻ ബൗണ്ടറി എന്ന് പറയുന്നത്. അതുപോലെ മൂന്നാമത്തെ ഒന്നാണ് ട്രാൻസ്ഫോം ബൗണ്ടറി. ട്രാൻസ്ഫോം ബൗണ്ടറിൻ്റെ മറ്റൊരു പേരാണ് ഷിയർ ബൗണ്ടറി. എന്താണ് ഷിയർ ബൗണ്ടറി? അപ്പോൾ ട്രാൻസ്ഫോം ബൗണ്ടറി എന്താ പ്രത്യേകത, ബൗണ്ടറീസ് വെർ പ്ലേറ്റ്സ് സ്ലൈഡ് പാസ്റ്റ് ഈച്ച് അതർ. അവ എങ്ങനെയാണ്, ഒന്ന് മുന്നോട്ട് പോകുമ്പോൾ അത് സ്ലൈഡ് ചെയ്യുക ചെയ്യുന്നത്, മറ്റത് ഒന്ന് അടുത്തോട്ട് വരിക, ഒന്ന് വിട്ട് അടുത്ത് നിന്ന് പോവുമായിരുന്നു. ഇതെങ്ങനെയാണ്, ഇത് രണ്ട് സ്ലൈഡായിട്ടാണ്, സ്ലൈഡ് പാസ്റ്റ് ഈച്ച് അതറാണ്. പിക്ചർ കണ്ടോ നിങ്ങൾ, ഒന്ന് അത് രണ്ടും സ്ലൈഡ് ചെയ്യാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ട്രാൻസ്ഫോം ബൗണ്ടറി എന്ന് പറയുന്നത്. അപ്പോൾ 3 തരം ബൗണ്ടറീസ് ആണുള്ളത്, കൺവേർജൻ, ഡൈവേർജൻ ആൻഡ് ട്രാൻസ്ഫോം. അപ്പം പ്ലേറ്റ് ബൗണ്ടറീസിനെ കുറിച്ച് നമ്മൾ പഠിച്ചല്ലോ. പ്ലേറ്റ് ബൗണ്ടറീസ് 3 ഉണ്ട്. കൺവേർജൻ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ബൗണ്ടറീസ് വെർ പ്ലേറ്റ്സ് മൂവ്സ് ടുവേർഡ്സ് ഈച്ച് അതർ മൂവ് ചെയ്യുന്നതിനെ നമ്മൾ കൺവേർജൻ എന്ന് പറയും. അതുപോലെ പ്ലേറ്റ്സ് മൂവ് എവേ ഫ്രം ഈച്ച് അതർ, രണ്ടും വേറെ രണ്ട് പാർട്ടിലോട്ട് പോകുന്നതിന് നമ്മൾ ഡൈവേർജൻ ബൗണ്ടറി എന്നാണ് പറയുന്നത്. അതുപോലെ ട്രാൻസ്ഫോം ബൗണ്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്, വെർ പ്ലേറ്റ് സ്ലൈഡ് പാർട്ട് ഈച്ച് അതർ, അവ രണ്ടും സ്ലൈഡായിട്ടില്ലേ, രണ്ട് ദിശയിലേക്ക് മാറി നീങ്ങുന്നതിനെയാണ്, സ്ലൈഡ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, ട്രാൻസ്ഫോം ബൗണ്ടറി അല്ലെങ്കിൽ ഷിയർ ബൗണ്ടറി എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇനി പഠിക്കാനുള്ളതാണ് ഫോൾഡ് മൗണ്ടെയിൻസ്. അപ്പോൾ എന്താ ഫോൾഡ് മൗണ്ടെയിൻസ് എന്ന് പറഞ്ഞാൽ, റോക്ക് ലെയേഴ്സ് അലോങ് ദി കൺവേർജൻ ബൗണ്ടറി ഗെറ്റ് ഫോൾഡഡ് ഡ്യൂ ടു ദ കംപ്രഷൻ ഓഫ് ലിത്തോസ്ഫിയർ പ്ലേറ്റ്സ്. അപ്പം ഫോൾഡ് മൗണ്ടെയിൻസ്, മടക്ക് പർവ്വതങ്ങൾ ഉണ്ടാവുന്നത് എങ്ങനെയാണ്, നമ്മൾ ലിത്തോസ്ഫിയർ പ്ലേറ്റ്സിനെ കുറിച്ച് പഠിച്ചു അല്ലേ. ഇപ്പോൾ 2 പ്ലേറ്റ്സ് ഉണ്ട് എന്ന് വിചാരിക്കുക, 2 ലിത്തോസ്ഫിയർ പ്ലേറ്റ്സ് ഉണ്ടെങ്കിൽ അത് കൺവേർജൻ ബൗണ്ടറി വഴിയാണ് നീങ്ങുന്നതെങ്കിൽ അങ്ങനെയാണ് മൂവ് ചെയ്യുക, ദേ വിൽ മൂവ് ടുവേർഡ്സ് ഈച്ച് അതർ ആണ് നമ്മൾ പഠിച്ചത് അല്ലേ കൺവേർജൻ ബൗണ്ടറിയിൽ. അപ്പോൾ 2 പ്ലേറ്റും കൂടി ഒരുമിച്ച് ഒരേ ദിശയിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള റോക്ക് ലെയേഴ്സ് എന്താവും, അത് മടങ്ങിപ്പോവും. എന്നിങ്ങനെ ഗെറ്റ് ഫോൾഡഡ് ഡ്യൂ ടു ദ കംപ്രഷൻ ഓഫ് ലിത്തോസ്ഫിയർ പ്ലേറ്റ്, 2 ദിശയിൽ നിന്നും വരുന്ന 2 പ്ലേറ്റ്സിൻ്റെ കംപ്രഷൻ മൂലം അവിടെയുള്ള റോക്ക് ലെയേഴ്സ് എന്തായി മാറും, അവ ഫോൾഡ് ചെയ്തിട്ട് മടങ്ങിയിട്ട് അവിടെ ഒരു മടക്ക് പർവ്വതങ്ങൾ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്, ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഫോൾഡ് മൗണ്ടെയിൻസ് എന്ന് പറഞ്ഞാൽ, റോക്ക് ലെയേഴ്സ് അലോങ് ദ കൺവേർജൻ ബൗണ്ടറി ഗെറ്റ് ഫോൾഡഡ് ഡ്യൂ ടു ദ കംപ്രഷൻ ഓഫ് ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ്. ലിത്തോസ്ഫിയർ പ്ലേറ്റ്സ് കൺവേർജൻ ബൗണ്ടറിയിൽ രണ്ടും എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, ടുവേർഡ്സ് ഈച്ച് അതറാണ്. അപ്പോൾ രണ്ടും കൺവേർജൻ ബൗണ്ടറിൻ്റെ രൂപത്തിൽ വരുന്ന സമയത്ത് അവിടെയുള്ള റോക്ക് ലെയേഴ്സ് എന്താകും, ദേ ഗെറ്റ് ഫോൾഡഡ്. ഇങ്ങനെ ബിക്കോസ് ഓഫ് ദ കംപ്രഷൻ, അവിടെയുള്ള കംപ്രഷൻ കാരണം, ലിത്തോസ്ഫിയർ പ്ലേറ്റ്സിൻ്റെ കംപ്രഷൻ കാരണം അവിടെയുള്ള റോക്ക് ലെയേഴ്സ് ഫോൾഡ് ചെയ്യപ്പെട്ടിട്ട് അങ്ങനെയാണ് ഫോൾഡഡ് മൗണ്ടെയിൻസ് നിർമ്മിക്കുന്നത്, ഫോം ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പം ഫോൾഡ് മൗണ്ടെയിൻസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു കേട്ടോ. ഇനിയുള്ളതാണ് ഫോർമേഷൻ ഓഫ് ഹിമാലയാസ്. എന്താണ് ഫോർമേഷൻ ഓഫ് ഹിമാലയാസ്? അപ്പം മടക്ക് പർവ്വതത്തിന് ഒരു ഉദാഹരണമാണ് എന്ത്, നമ്മുടെ ഹിമാലയാസ് എന്ന് പറയുന്നത്. അപ്പം ഇതേ രൂപത്തിൽ തന്നെയാണ് എന്തുണ്ടായിട്ടുള്ളത്, നമ്മുടെ ഹിമാലയ ഉണ്ടായിട്ടുള്ളത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമ്മൾ 2 പ്ലേറ്റ് ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ് വേണമല്ലേ, ഇവിടെയും 2 പ്ലേറ്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ് 2 പ്ലേറ്റ്സ്? ഒന്ന് ഇന്ത്യൻ പ്ലേറ്റും ഇന്ത്യൻ ഫലകവും അതുപോലെ യൂറേഷ്യൻ പ്ലേറ്റുമാണ്, യൂറേഷ്യൻ ഫലകവുമാണ്. അപ്പോൾ 2 പ്ലേറ്റ് ഇവിടെ ഹിമാലയ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 പ്ലേറ്റ്സ് ഏതൊക്കെയാണ്? ഇത് ഇന്ത്യൻ പ്ലേറ്റും അതുപോലെ യൂറേഷ്യൻ പ്ലേറ്റും. ദ ഇന്ത്യൻ പ്ലേറ്റ് വിച്ച് മൂവ്ഡ് നോർത്ത് വേർഡ് ആൻഡ് കെയിം ക്ലോസ് ടു ദ യൂറേഷ്യൻ പ്ലേറ്റ്. അപ്പം നമ്മുടെ ഇന്ത്യൻ പ്ലേറ്റ്
നോർത്ത് വേർഡിലോട്ട് മൂവ് ചെയ്തിട്ട് അത് യൂറേഷ്യൻ പ്ലേറ്റുമായിട്ട് ക്ലോസ് ആയി. ആ സമയത്ത് അവിടെയുള്ള ഒരു സീ ആയിരുന്നു, നമ്മുടെ ഇപ്പോൾ ഹിമാലയ നിൽക്കുന്ന ഭാഗത്തുള്ള ഒരു ഓഷ്യൻ ആയിരുന്നു ടെത്തിസ്. ഏതാണ്? ടെത്തിസ്. അപ്പോൾ ദ ടെത്തിസ് ഓഷ്യൻ സീബെഡ് സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ ദ ടു ലാൻഡ് മാസസ് സ്റ്റാർട്ടഡ് അപ്ലിഫ്റ്റിംഗ് ആൻഡ് ദ ഹിമാലയാസ് വെർ ഫോംഡ്. അപ്പം ഈ രണ്ട് പ്ലേറ്റിൻ്റെയും ഇടയിൽ എന്തുണ്ടായിരുന്നു? അന്നത്തെ ഒരു ഓഷ്യനായിട്ടുള്ള ടെത്തിസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സീബെഡിൻ്റെ ഭാഗത്തുള്ള ഈ ഭാഗത്തേക്കാണ് നമ്മുടെ ഇന്ത്യൻ പ്ലേറ്റ് മൂവ് ചെയ്തിട്ട് നോർത്ത് വേർഡിലോട്ട് മൂവ് ചെയ്ത് യൂറേഷ്യൻ പ്ലേറ്റിൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ ഇത് രണ്ട് യോജിക്കുന്ന സമയത്ത് അവിടെ കംപ്രഷൻ നടന്നിട്ട് എന്ത് സംഭവിക്കുകയാണ്? അവിടെയുള്ള റോക്ക് ലെയേഴ്സ് ഫോൾഡ് ചെയ്ത് അവിടെ ഒരു പർവ്വതം ഉണ്ടായി, ഫോം ചെയ്തു. എന്താ പർവ്വതത്തിൻ്റെ പേര്? ഹിമാലയാസ്. അങ്ങനെയാണ് ഹിമാലയാസ് ഫോം ചെയ്തത്. മനസ്സിലായോ? അപ്പം ഇങ്ങനെയാണ് ഫോർമേഷൻ ഓഫ് ഹിമാലയാസിൽ രണ്ട് പ്ലേറ്റ്സ് ഏതൊക്കെയാണ്? ഇന്ത്യൻ പ്ലേറ്റും യൂറേഷ്യൻ പ്ലേറ്റും. അപ്പോൾ ഇത് ഇന്ത്യൻ പ്ലേറ്റ് വിച്ച് മൂവ്ഡ് നോർത്ത് വേർഡ്സ് ആൻഡ് കെയിം ക്ലോസ് ടു ദ യൂറോപ്യൻ പ്ലേറ്റ്, അല്ലേ? യൂറേഷ്യൻ പ്ലേറ്റ്. ഇന്ത്യൻ പ്ലേറ്റ് യൂറേഷ്യൻ പ്ലേറ്റിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്തു. അവിടെ ആദ്യം ഉണ്ടായിരുന്ന ടെത്തിസ് ഓഷ്യൻ, അല്ലേ? സീബെഡ് ആദ്യമേ അവിടെ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ അടുത്തേക്കാണ് മൂവ് ചെയ്തത്? ഇന്ത്യൻ പ്ലേറ്റ് യൂറേഷ്യൻ പ്ലേറ്റുമായിട്ട് യോജിക്കാൻ വേണ്ടി പോകുന്നത്. അവിടെ നിന്നിട്ട് ഈ രണ്ട് പ്ലേറ്റിൻ്റെയും കംപ്രഷൻ കാരണം അവിടെയുള്ള ഭാഗത്തുള്ള റോക്ക് ലെയേഴ്സ് എന്താകും? ഫോൾഡ് ചെയ്തിട്ട് അവിടെ ഹിമാലയാസ് ഫോം ചെയ്തതാണ്. ഓക്കെ, ക്ലിയർ ആണ്? ഇനിയുള്ളതാണ് ഗോർജസ്. എന്താണ് ഗോർജസ് എന്ന് പറഞ്ഞാൽ? ഡീപ്പ് വാലീസ് വിത്ത് സ്റ്റീപ്പ് സൈഡ്സ് ആർ നോൺ ആസ് ഗോർജസ്. ഗോർജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീപ്പ് വാലീസ് വിത്ത് സ്റ്റീപ്പ് സൈഡ്സ് ആർ നോൺ ആസ് ഗോർജസ്. അപ്പോൾ എന്താണ് വാലി എന്ന് പറഞ്ഞാൽ? വാലി എന്ന് പറഞ്ഞാൽ താഴ്വരകൾ, അല്ലേ? രണ്ട് മല ഉണ്ടെങ്കിൽ രണ്ട് മലയുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു ഭാഗമാണ് എന്ത്? താഴ്വര, വാലി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡീപ്പ് നല്ല ആഴമുള്ള വാലി, നല്ല ആഴമുള്ള താഴ്വര, അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ സ്ലൈഡ്സ്, അതിൻ്റെ രണ്ട് സൈഡ്സും എങ്ങനെയായിരിക്കും? നല്ല സ്റ്റീപ്പ് സൈഡാണെങ്കിൽ, നല്ല കുത്തനെയുള്ള ചെരുവാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഗോർജസ് എന്നത്. അപ്പോൾ എന്താണ് ഗോർജസ്? ഡീപ്പ് വാലീസ് വിത്ത് സ്റ്റീപ്പ് സൈഡ്സിനെയാണ് നമ്മൾ ഗോർജസ് എന്ന് പറയുന്നത്. ഫിഗർ 1.5 നിങ്ങൾക്ക് അതിൻ്റെ പിക്ചർ കാണിക്കുന്നുണ്ട്, അല്ലേ? എ ഗോർജ് അക്രോസ് ദ ഹിമാലയൻ റേഞ്ചിലുള്ള ഗോർജിൻ്റെ ഒരു പിക്ചർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഡീപ്പ് വാലീസ് വിത്ത് സ്റ്റീപ്പ് സൈഡ്സ് ആർ നോൺ ആസ് ഗോർജസ്. അപ്പം ഏതൊക്കെയുണ്ട്? റിവർ ഇൻഡസ്, റിവർ ഗംഗ ആൻഡ് റിവർ ബ്രഹ്മപുത്ര ക്രിയേറ്റ് ഗോർജസ് അക്രോസ് ദ ഹിമാലയൻ റേഞ്ചസ് ത്രൂ ഇറോഷൻ. അപ്പം ഇറോഷൻ കാരണം റിവർ ഇൻഡസിൻ്റെ അടുത്തും റിവർ ഗംഗയുടെ അടുത്തും റിവർ ബ്രഹ്മപുത്രേൻ്റെ അടുത്തൊക്കെ എന്ത് ഫോം ചെയ്തിട്ടുണ്ട്? ഇതേപോലെ ഗോർജസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണ്? ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, അല്ലേ? ഹിമാലയൻ മൗണ്ടെയ്ൻസിനെ പറ്റിയിട്ട്. അപ്പോൾ അതൊന്നും കൂടി നമ്മൾ പിക്ചർ വെച്ചിട്ട് കുറച്ചും കൂടി എക്സ്ട്രാ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നോക്ക്, റെഡ് കളർ കൊടുത്തിട്ടുള്ള ഭാഗമാണ് നമ്മുടെ ട്രാൻസ് ഹിമാലയൻ ഭാഗം, അല്ലേ? നമ്മളുടെ നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻസിനെ നമ്മൾ മെയിൻലി എത്ര എണ്ണാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അല്ലേ? ഏതൊക്കെയാണ്? ട്രാൻസ് ഹിമാലയാസ് ആൻഡ് ഈസ്റ്റേൺ ഹിൽസ്. അപ്പോൾ ട്രാൻസ് ഹിമാലയാസിലുള്ള 3 എണ്ണമാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ. 3 ഏതൊക്കെയാണ്? കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഇപ്പോൾ 3 ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമാണ് കേട്ടോ. ഇനിയുള്ള വയലറ്റ് കളർ കൊടുത്തിട്ടുള്ള ഭാഗം നോക്ക്. ഈ വയലറ്റ് ഷെയ്ഡ് കൊടുത്തിട്ടുള്ളത് ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്, ഇവയെല്ലാം ഏതാണ്? ഹിമാലയാസ് ആണ്. അതിനുശേഷം ഹിമാലയാസ് ആണ് നോർത്ത് ഈസ്റ്റിലായിട്ട് പിങ്ക് കളറിൽ കൊടുത്തിട്ടുള്ള ഗാരോ, ഖാസി, ജെയിൻറ്റിയ, നാഗ, പത്കേബും, ഇവയെല്ലാം എന്താണ്? ഈസ്റ്റേൺ ഹിൽസ് ആണ്, അല്ലെങ്കിൽ പൂർവാചൽ എന്ന് പറയും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇനി നമ്മളുടെ ഹിമാലയാസിൻ്റെ വേറൊരു ഡിവിഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. റീജിയണൽ ഡിവിഷൻസ് ഓഫ് ഹിമാലയാസ്. എന്താണ്? റീജിയണൽ ഡിവിഷൻസ് ഓഫ് ഹിമാലയാസ്. അപ്പോൾ ഹിമാലയാസിൻ്റെ റീജിയണൽ ഡിവിഷൻസ്, റീജിയൻ നോക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് 3 എണ്ണാക്കിയിട്ടാണ്. അപ്പോൾ ഹിമാലയാസിൻ്റെ റീജിയണൽ ഡിവിഷൻസ് എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? വെസ്റ്റേൺ ഹിമാലയാസ്, സെൻട്രൽ ഹിമാലയാസ് ആൻഡ് ഈസ്റ്റേൺ ഹിമാലയാസ്. ഏതൊക്കെയാണ് പറഞ്ഞത്? വെസ്റ്റേൺ ഹിമാലയാസ്,
സെൻട്രൽ ഹിമാലയാസ് ആൻഡ് ഈസ്റ്റേൺ ഹിമാലയാസ്. ഓക്കെ, നമ്മൾ പിക്ചർ നോക്കാം. വെസ്റ്റേൺ ഹിമാലയാസ്. വെസ്റ്റേൺ ഹിമാലയാസ് കൊടുത്തിട്ടുള്ളത് ഈ പച്ച കളറിലെ ഗ്രീൻ കളർ കൊടുത്തിട്ടുള്ള ഭാഗം മൊത്തം ഏതാണ്? വെസ്റ്റേൺ ഹിമാലയാസ് ആണ് കേട്ടോ. ഗ്രീൻ കളർ കൊടുത്തിട്ടുള്ള ഭാഗം വെസ്റ്റേൺ ഹിമാലയാസ് ആണ്. യെല്ലോ കളർ കൊടുത്തിട്ടുള്ള നമ്മൾ ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്കൊക്കെ നിൽക്കുന്ന ഈ ഭാഗം, അതിൻ്റെ സെൻറ്റർ നേപ്പാളിൻ്റെ ഒക്കെ ആ ഭാഗത്തുള്ളതാണ് ഏത്? നമ്മുടെ സെൻട്രൽ ഹിമാലയാസ്. അതുപോലെ ഗ്രേ കളർ ഷെയ്ഡ് കൊടുത്തിട്ടുള്ള ഭാഗത്തിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഈസ്റ്റേൺ ഹിമാലയാസ് എന്നും വിളിക്കുന്നു. അപ്പോൾ അത് ഓരോന്നും നമ്മൾ എലാബറേറ്റ് ചെയ്തിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് പറഞ്ഞെന്ന് മാത്രം. ഇനി എന്താ വെസ്റ്റേൺ ഹിമാലയാസ് എന്ന് നോക്കാം. വെസ്റ്റേൺ ഹിമാലയാസ്, ഇറ്റ് സ്ട്രെച്ചസ് ഫ്രം ദ ഇൻഡസ് റിവർ വാലി ടു ദ നോർത്ത് ഓഫ് ജമ്മു കാശ്മീർ അപ് ടു ദ കാളി റിവർ വാലി. അപ്പം വെസ്റ്റേൺ ഹിമാലയാസ് എവിടെ മുതൽ എവിടെ വരെ നീണ്ടു കിടക്കുന്നതാണ്? ഇറ്റ് സ്ട്രെച്ചസ് ഫ്രം ദ ഇൻഡസ് റിവർ, സിന്ധു നദിയിലെ വാലി, ഇൻഡസ് റിവർ വാലി തൊട്ടിട്ട് ടു ദ നോർത്ത് ഓഫ് ജമ്മു കാശ്മീരുടെ നോർത്ത് വരെ നിൽക്കുന്ന അപ് ടു ദ കാളി റിവർ വാലി വരെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഭാഗമാണ് വെസ്റ്റേൺ ഹിമാലയാസ്. ഏതൊക്കെയാണ്? ഇൻഡസ് റിവർ വാലി ടു കാളി റിവർ വാലി. ഇൻഡസ് റിവർ വാലിയിലെ നോർത്തിലുള്ള ഇൻഡസ് റിവർ വാലി തൊട്ടിട്ട് ജമ്മു കാശ്മീരിലുള്ള കാളി റിവർ വാലി വരെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ വെസ്റ്റേൺ ഹിമാലയാസ് എന്ന് പറയുന്നത്. എന്താണ് വെസ്റ്റേൺ ഹിമാലയാസ് എന്ന് പറയുന്നത്? ഈ വെസ്റ്റേൺ ഹിമാലയാസിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3. വെസ്റ്റേൺ ഹിമാലയാസിനെയും നമ്മൾ വീണ്ടും 3 എണ്ണാക്കി ക്ലാസിഫൈ ചെയ്യുന്നു. ഏതൊക്കെയാണ്? കാശ്മീർ ഹിമാലയ, ഹിമാചൽ ഹിമാലയ ആൻഡ് ഉത്തരാഖണ്ഡ് ഹിമാലയ. ഏതൊക്കെയാണ്? കാശ്മീർ ഹിമാലയ, ഹിമാചൽ ഹിമാലയ ആൻഡ് ഉത്തരാഖണ്ഡ് ഹിമാലയ. അപ്പം വെസ്റ്റേൺ ഹിമാലയാസിൻ്റെ റീജിയണൽ ഡിവിഷൻസ് നമ്മൾ 3 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? വെസ്റ്റേൺ ഹിമാലയാസ്, ഈസ്റ്റേൺ ഹിമാലയാസ് ആൻഡ് സെൻട്രൽ ഹിമാലയാസ്. വെസ്റ്റേൺ ഹിമാലയാസ് എന്ന് പറയുന്നത് ഇൻഡസ് റിവർ വാലി മുതൽ ജമ്മു കാശ്മീരിലുള്ള കാളി റിവർ വാലി വരെ നീണ്ട് കിടക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ വെസ്റ്റേൺ ഹിമാലയാസ് എന്ന് പറയുന്നത്. ഈ വെസ്റ്റേൺ ഹിമാലയാസിന് 3 എണ്ണാക്കി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? കാശ്മീർ ഹിമാലയ, ഹിമാചൽ ഹിമാലയ ആൻഡ് ഉത്തരാഖണ്ഡ് ഹിമാലയ. ഓക്കെ, ഇനി കാശ്മീർ ഹിമാലയ. ഇമ്പോർട്ടൻറ്റ് മൗണ്ടെയിൻ റേഞ്ചസ് ആർ കാരക്കോറം, സസ്കർ, ലഡാക്ക് ആൻഡ് പീർ ബഞ്ചൽ. കാശ്മീർ ഹിമാലയാസിൽ ഉള്ള മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൗണ്ടെയിൻ റേഞ്ചസ് ഏതൊക്കെയാണ് നോക്ക്. കാശ്മീർ ഹിമാലയയിലുള്ളതാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ, പീർ ബഞ്ചൽ. ഇവ 4 എണ്ണമാണ് കേട്ടോ. ഈ 3 എണ്ണം നമ്മൾ ആദ്യം പഠിച്ചതാണ്. കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഏതിൽ പഠിച്ചതു? ട്രാൻസ് ഹിമാലയാസ് പഠിച്ചപ്പം പറഞ്ഞു അല്ലേ. അപ്പം ഈ 4 മൗണ്ടെയിൻ റേഞ്ചസും കാശ്മീർ ഹിമാലയാസിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൗണ്ടെയിൻ റേഞ്ചസ് ആണ്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് മൗണ്ടെയിൻ റേഞ്ചസ് ഏതൊക്കെയാണ് കാശ്മീർ ഹിമാലയാസിലുള്ളത്? കാരക്കോറം, ലഡാക്ക്, സസ്കർ. പിന്നെ ദ സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ്, നമ്മളെ വേൾഡിലെ തന്നെ സെക്കൻഡ് ആയിട്ടുള്ള ഹയസ്റ്റ് പീക്ക്, ഏറ്റവും രണ്ടാമത്തെ വലിയ കൊടുമുടി ഏതാണ്? മൗണ്ട് K2 ആണ്. മൗണ്ട് K2ൻ്റെ മറ്റൊരു പേരെന്താ അറിയോ? ഗോഡ്വിൻ ഓസ്റ്റിൻ കേട്ടോ. ഗോഡ്വിൻ ഓസ്റ്റിൻ. ദ ഹയസ്റ്റ് പീക്ക് ഏതാണ്? ലോകത്തിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് പീക്കാണ് മൗണ്ട് എവറസ്റ്റ്. സെക്കൻഡ് അത് മൗണ്ട് എവറസ്റ്റിലുള്ളത് നേപ്പാളിലാണ്, നമുക്കറിയാം അല്ലേ. അപ്പോൾ സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് എവിടെയാണുള്ളത്? നമ്മുടെ ഇന്ത്യയിലാണ്. ആ സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് എന്ന് പറയുന്നത് മൗണ്ട് K2 ആണ്. ഇത് നമ്മുടെ കാരക്കോറം റേഞ്ചിൽ വെസ്റ്റേൺ ഹിമാലയാസിലുള്ള കാശ്മീർ ഹിമാലയാസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഇതിലുള്ളത് ഇവിടെയാണ് നമ്മുടെ മൗണ്ട് K2 സിറ്റുവേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇനി സിയാച്ചൻ, ബോൾത്തോറോ ആർ ദ ഇമ്പോർട്ടൻറ്റ് ഗ്ലേഷ്യേഴ്സ് ഓഫ് ദി കാശ്മീർ ഹിമാലയാസ്. അപ്പോൾ കാശ്മീർ ഹിമാലയാസിലുള്ള മൗണ്ടെയിൻ റേഞ്ചസ് നമ്മൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഹയസ്റ്റ് പീക്ക് ഏതാണ്? മൗണ്ട് K2 ആണ്. മൗണ്ട് K2ൻ്റെ മറ്റൊരു പേരെന്താണ്? ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നതാണ്. ഗോഡ്വിൻ ഓസ്റ്റിൻ എത്ര മീറ്റേഴ്സാണ് അതിൻ്റെ ഉയരം? 8611 മീറ്റേഴ്സാണ് അതിൻ്റെ ഉയരം. ഈ ഗോഡ്വിൻ ഓസ്റ്റിൻ സിറ്റുവേറ്റ് ചെയ്യുന്നത് കാരക്കോറം റേഞ്ചിലാണെന്ന് ഓർത്ത് വെക്കുക. ഇനി പിന്നെ നമ്മൾക്ക് പഠിക്കാനുള്ളത് കാശ്മീർ ഹിമാലയാസിലുള്ള 2 ഇമ്പോർട്ടൻറ്റ് ഗ്ലേഷ്യേഴ്സ് ഏതൊക്കെയാണ്? സിയാച്ചനും ബോൾത്തോറോ. ഏതൊക്കെയാണ്? സിയാ
സിയാച്ചിൻ ആൻഡ് ബോൾത്തോറോ. സിയാച്ചിൻ ഗ്ലേഷ്യർ ഈസ് നോൺ ആസ് ദ വേൾഡ്സ് ഹയസ്റ്റ് ബാറ്റിൽ ഫീൽഡ്. നമ്മുടെ സിയാച്ചിൻ്റെ പ്രത്യേകത എന്താണ്? സിയാച്ചിൻ ഗ്ലേഷ്യറിൻ്റെ പ്രത്യേകത എന്താണ്? ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ബാറ്റിൽ ഫീൽഡ്, യുദ്ധഭൂമി എന്നറിയപ്പെടുന്നതാണ് ഏത്? സിയാച്ചിൻ ഗ്ലേഷ്യർ കേട്ടോ, സിയാച്ചിൻ ഗ്ലേഷ്യർ. അപ്പോൾ ഈ സിയാച്ചിൻ ഗ്ലേഷ്യറും ബോൾത്തോറോ ഗ്ലേഷ്യറും ഒക്കെ സിറ്റുവേറ്റ് ചെയ്യുന്നത് കാശ്മീർ ഹിമാലയാസിലാണ് കേട്ടോ. ഈ കാശ്മീർ ഹിമാലയാസ് എന്ന് പറയുന്നത് നമ്മുടെ വെസ്റ്റേൺ ഹിമാലയാസിൻ്റെ ഒരു ഭാഗമാണ്, ഓർത്ത് വെക്കാം കേട്ടോ. അപ്പോൾ സിയാച്ചിൻ ഗ്ലേഷ്യറിൻ്റെ പിക്ചർ കണ്ടോ നിങ്ങൾ? അപ്പോൾ വേൾഡ്സ് ഹയസ്റ്റ് ബാറ്റിൽ ഫീൽഡ് ഏതാണ്? വേൾഡ്സ് ഹയസ്റ്റ് ബാറ്റിൽ ഫീൽഡ് അത് സിയാച്ചിനാണ്. ഇനി പാസസ്. എന്താണ് പാസസ് എന്ന് പറഞ്ഞാൽ? ചുരങ്ങൾക്കാണല്ലേ നമ്മൾ പാസസ് എന്ന് പറയുന്നത്. അപ്പോൾ പാസസ് ആർ ദ കമ്പാരിറ്റീവ്ലി ഈസിയർ നാച്ചുറൽ പാസേജസ് ഇൻ ദ മൗണ്ടെയിൻ ടെറൈൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള പർവ്വതങ്ങളിലൊക്കെ, മൗണ്ടെയിൻ ടെറൈൻസിലൊക്കെ നമുക്ക് കൂടുതൽ ആളുകൾക്ക് ഈസി ആയിട്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നാച്ചുറൽ പാസേജസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പാസസ് എന്ന്, അല്ലെങ്കിൽ ചുരം എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്കറിയാലോ, നമ്മൾ കോഴിക്കോട് നിന്ന് ഇപ്പം എവിടേക്ക് വയനാട്ടിലോട്ടൊക്കെ പോകണമെങ്കിൽ നമ്മൾക്ക് ചുരം കയറി പോകണം. എന്തിനാണ്? ആ മല നമ്മൾ നല്ല നാച്ചുറൽ പാസേജ് വഴി നല്ല സിമ്പിളായിട്ട് നമുക്ക് മല കയറാൻ വേണ്ടിയിട്ടാണ് ഈ പാസസ് ഫോം ചെയ്തത് അല്ലേ. അപ്പം ബാനിഹൽ പാസ് അക്രോസ് ദ പീർബഞ്ചൽ റേഞ്ച് ദാറ്റ് കണക്ട് ജമ്മു വിത്ത് കാശ്മീർ വാലി. അപ്പം അവിടെയുള്ളൊരു പാസിൻ്റെ പേരാണ് ബാനിഹൽ പാസ്. ഏതാണ്? ബാനിഹൽ പാസ്. അപ്പോൾ പീർപഞ്ചൽ റേഞ്ചിൽ കണക്ട് ചെയ്യുന്ന, ജമ്മു വിത്ത് ദ കാശ്മീർ വാലി കണക്ട് ചെയ്യുന്ന ഒരു പാസ്സാണ് ഏത്? ബാനിഹൽ പാസ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ബൈ ഫ്രം എക്സലൻറ്റ് യൂട്യൂബ് ചാനൽ.